സ്റ്റാർബക്സിൽ നമുക്ക് 4 തരത്തിൽ ബ്രൂയിങ് മെത്തേഡാണുള്ളത്. മാനുവൽ ബ്രൂയിങ് മെത്തേഡ്. സോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്രഞ്ച് പ്രസ് മെത്തേഡാണ്. സോ ഇതിൽ വരുമ്പോൾ കോഫിയുടെ ഓയിൽ കണ്ടൻറ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കോഫി കുറച്ച് സ്ട്രോങ് ആയിട്ട് കിട്ടും. പിന്നെ ഇതല്ലാതെ നമുക്ക് വേറെ 3 മെത്തേഡ് കൂടെ ഉണ്ട്, പൂർ ഓവർ, കെമെക്സ്, സിഫോൺ. സോ അത് ഇപ്പോൾ നമുക്ക് 2 അവൈലബിൾ ആയിട്ടില്ല. പൂർ ഓവർ മെത്തേഡ് ഇവിടെയുണ്ട്. സോ അതിലാവുമ്പം കോഫിയുടെ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവില്ല, ഒരു ക്ലിയർ കപ്പ് ഓഫ് കോഫി ആയിരിക്കും അത് കിട്ടുക. സോ കോഫി പ്രിഫർ ചെയ്യുമ്പം ഓയിൽ കണ്ടൻറ്റ് സ്ട്രോങ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് പ്രസ് മെത്തേഡ് യൂസ് ചെയ്യാം. അതല്ല ഒരു ലൈറ്റ് കോഫിയാണ് വേണ്ടത്, അതിൽ കോഫിയുടെ ഓയിലൊന്നും വേണ്ട വെച്ചാൽ നമുക്ക് പൂർ ഓവർ മെത്തേഡ് യൂസ് ചെയ്യാം. Now this French press is fully brewed. I'll press it. You can see that the coffee grounds are going down and the coffee is coming up. So this means that the coffee is ready to serve. ടേസ്റ്റിംഗ് മുന്നേ നമ്മൾ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലറ്റ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ബിഫോർ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഫിയുടെ എക്സാക്റ്റ് ഫ്ലേവർ കിട്ടാൻ പറ്റും. So before always serving our coffee to our customers, the brewed coffee, we ensure to taste it first so that I could ensure that this is perfectly brewed before I serve it to you. Yes, this is brewed perfectly to the Starbucks standard. So allow me to share it with you. So നമ്മൾ കോഫി ടേസ്റ്റ് ചെയ്യുന്നത് 4 സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുന്നത്. സ്മെൽ, സ്ലർപ്പ്, ലൊക്കേറ്റ് ആൻഡ് ഡിസ്ക്രൈബ്. സോ ഫസ്റ്റ് നമ്മൾ കോഫി കുടിക്കുന്നതിന് മുന്നേ സ്മെൽ ചെയ്യണം. എങ്ങനെ സ്മെൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 3 ഫിംഗർ ഇതിൽ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ടേക്ക് ഇൻ. എന്തിനാണ് കോഫി സ്മെൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടങ് വന്നിട്ട് 4 ടേസ്റ്റാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ: സ്വീറ്റ്, സോൾട്ട്, ബിറ്റർ ആൻഡ് സോർ. പക്ഷേ നമ്മുടെ മൂക്കിന് തൗസൻഡ്സ് ഓഫ് അരോമസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഇപ്പം ഇൻഹേൽ ചെയ്തപ്പം എന്തെങ്കിലും ഫ്ലേവർ നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? Except for the coffee smell. Apart from anything else. എല്ലാവരും പറയുന്നുണ്ട് കോഫി ഫ്ലേവർ ആണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഒരു ബേൺഡ് സ്മെൽ വരുന്നുണ്ട്. I'm getting one earthy smell, like muddy and earthy smell I'm getting. Sir, I'm getting both of this. See, your nose is tricking you to... Because I already got an input of this both. സോ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. സോ കോഫീസ് വരുന്നത് ഡിഫറെൻറ്റ് പ്ലേസസ് എന്നാണ്. സോ ഡിഫറെൻറ്റ് പ്ലേസസ് വരുന്ന കോഫി ഡിഫറെൻറ്റ് അരോമയാണുള്ളത്. അപ്പം ഈ അരോമയല്ല വേറെ കോഫിയിൽ ഉണ്ടാവുക. എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും അരോമാറ്റിക് കോഫി എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നതിൽ ഏറ്റവും അരോമാറ്റിക് കോഫി എവിടെ നിന്ന് പറയുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടത് കെനിയാണ്. I love Sumatra. Comes from the mineral rich soil, right? The black soil. It's come from the black soil. So we'll move on to the next step. സോ സെക്കൻഡ് സ്റ്റെപ്പാണ് സ്ലർപ്പ്. കോഫി കുടിക്കുമ്പോൾ എപ്പോഴും സ്ലർപ്പ് ചെയ്യണം. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് സ്ലർപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതല്ല, കോഫി കുടിക്കുമ്പോൾ നമ്മൾ സ്ലർപ്പ് ചെയ്തിട്ട് കുടിക്കണം. അപ്പോഴാണ് നമ്മുടെ കോഫി എൻ്റെ പാലറ്റ് സ്പ്രെഡ് ആവുള്ളൂ, കോഫിയുടെ ഫ്ലേവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം സ്ലർപ്പ് ചെയ്യാം. Have you seen your grandparents and all when they're drinking the coffee or tea, they'll slurp it. They don't sip it. So that is why in Starbucks we always say slurp your coffee. You'll get the full flavor of it. പിന്നെ സ്ലർപ്പ് ചെയ്യുമ്പം കോഫിയുടെ ടെമ്പറേച്ചർ കുറയും. ചൂട് കുറയാൻ വേണ്ടിയിട്ട് സ്ലർപ്പ് ചെയ്യുന്നത് നല്ലതാണ്. സോ തേർഡ് ലൊക്കേറ്റ് ആണ്. സോ കോഫി ഇപ്പോൾ സ്ലർപ്പ് ചെയ്തപ്പം എവിടെയാണ് നമ്മുടെ കോഫി എക്സ്പീരിയൻസ് ചെയ്യുന്നത്? എനിക്ക് ടിപ്പ് ഓഫ് ദ ടങ് ആണ്. Center. For me, it is sitting me in the back of my tongue. Sides of your tongue. സോ ലാസ്റ്റ് ആണ് ഡിസ്ക്രൈബ്. എനിക്ക് സുമാത്രനെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ പറയാറുണ്ട്. സോ സുമാത്ര എന്ന് പറയുന്നത് സിംഗിൾ ഒറിജിൻ കോഫിയാണ്. സിംഗിൾ ഒറിജിൻ കോഫി എന്ന് പറയണമെങ്കിൽ അത് വളരുന്നത് ഒരേ ജോഗ്രഫിയിലായിരിക്കും. സോ സിംഗിൾ ഒറിജിൻ കോഫിയാണ് സുമാത്ര. പിന്നെ ഇത് ഡാർക്ക് റോസ്റ്റ് കോഫിയാണ്. ഇന്തോനേഷ്യ കൺട്രിയിൽ നിന്ന് വരുന്നതാണ്. ഇത് ഏഷ്യ പസഫിക് റീജിയനാണ് നമ്മുടെ കോഫിക്ക്. സോ ഈ ഇന്തോനേഷ്യയിലുള്ള ആൾക്കാർ 11 മില്യൺ പീപ്പിൾസ് കോഫീനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. സോ പിന്നെ അവിടുത്തെ മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾക്കാനോസ് ഉള്ളത് കണ്ട് ഇത് നല്ല കോഫി വളരാൻ നല്ല ഇതാണ്. പിന്നെ സുമാത്ര ഈ കോഫി ബീനിൽ പ്രോസസ്സ് ചെയ്യുന്നത്
സെമി വാഷ്ഡ് പ്രോസസ്സ് മെത്തേഡിലാണ്. സ്റ്റാർബക്സിൽ ഒരേ ഒരു കോഫി മാത്രമാണ് സെമി വാഷ്ഡ് പ്രോസസ്സിൽ ഇപ്പം നിലവിലുള്ളൂ. സെമി വാഷ്ഡ് പ്രോസസ്സിൽ ഇത് പ്രോസസ്സ് ചെയ്യുമ്പം അവരത് ഹാൻഡ് വാഷ്, അതായത് ഹാൻഡ് ക്രാങ്കിങ് മെഷീൻ അവരുടെ ബാക്ക് യാർഡിൽ തന്നെ യൂസ് ചെയ്യുന്ന മെഷീൻസ് വെച്ചിട്ടാണ് അവർ ഇത് ക്ലീനിങ് പ്രോസസ്സും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് സുമാത്ര മാത്രമാണ് ഇപ്പം സെമി വാഷ്ഡ് പ്രോസസ്സിൽ ഇപ്പോൾ നമുക്കുള്ളൂ. So now this coffee, that taste, is it lingering in your tongue? Like you're getting that taste for a while, right? That is what we describe as body. So for example, if you drink this cup of water, it will go in your tongue immediately. But if you take a milk and drink it, it will stay in your tongue for a while. So that weightage of coffee, no, it differs from every roast. So for example, if you take Kenya, it is a medium bodied coffee. So it will last for just a while and it will go. So Sumatra, no, it's full bodied. So that is lasting in your tongue for a while. So always, once we finish our coffee tasting, no, we always tell stories to our customer. Okay. So when you say stories, I don't mean something like a fairy tale or fable, something related to Starbucks, but I'll share something related to Starbucks Kerala. In 2012, in India, first store was launched that everybody knows. That was in Mumbai. See, always when we launched in metropolitan cities, you can always be confident. So when we launched in Kerala, it was a new market and we were a little skeptical because this Kerala market is people prefer tea. So you won't believe, but this store that you are experiencing this coffee here is one of the top 3 stores in India. In India. In India. And number of how many outlets total you have in India? We have more than 250 plus outlets and this is in top 3. So we say no, like the warmth and the welcome that we felt in Kerala, we haven't felt anywhere else. And no wonder they call it God's own country, right? So I think Starbucks is making a strong presence here. And I'll tell you one of the journey of Starbucks. In 1971, when we opened our first store in Seattle Pike Place Market, we were serving nothing but coffee, roasted coffee beans. We weren't serving brewed coffees or anything. Only when our previous CEO, Mr. Howard Schultz, joined, in 1984, he joined. Before that, in 1984 was the first time when we served a cup of latte. He revolutionized Starbucks. So when we served that first cup of coffee, we hardly had less than 10 stores only. And now if you see, it has grown from that. Worldwide, we have more than 30,000 stores and we have like a millions of partners. Like we don't call each of us staffs or employees, we call them partners because we work together to give this experience to you. And our previous CEO told one word that we are not in the coffee business serving people, we are in the people's business serving coffee. So for us, even both our partners matter and our customers matter. And now we serve, we have more than 1 million partners and 1 billion customers. And in Kerala, we are growing so much that we didn't expect this much growth. So tomorrow we are celebrating our first year anniversary, and we won't say that we are celebrating our first year anniversary, we are celebrating you for 1 year. One of the questions that we asked often in Starbucks is, how do you make this perfect cup of coffee? So we follow certain fundamentals which I will share to you. The 4 fundamentals are water, proportion, grind and freshness. So when it comes to water, at Starbucks we use filtered RO water. This water is odorless and tasteless. So this will not affect the coffee taste in any way or the coffee aroma, because every sip matters in Starbucks, right? So next, coming to the proportion, we believe that you need to use 10 grams of coffee for every 180 ml of water. And not only that, the water needs to be in a temperature of 92 to 96 degrees Celsius for a perfectly cup of coffee. The next one, coming to grind. For example, now we have taken this French press brewing method. So in this, coffee is directly in contact with water, right? So here we just need a coarse grind, which is somewhat like your coarser salt. So coming to that, water, proportion, grind and freshness. If you take freshness, if you can zoom into this packet, we have this valve here. So this valve is called a one-way valve. So what happens is, coffee naturally excludes carbon dioxide. So what this packet will do is, it will release the carbon dioxide slowly from inside the packet, but however it will not allow oxygen, light or moisture to get inside, because these are all enemies for coffees. It will make your coffee stale and bad. So this one-way valve will keep the coffee fresh.